ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചവരാണ് സമരം തുടരുന്നതെന്നും സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസമെന്നും ഭൂസംരക്ഷണ സമിതി നേതാവ് ജോസഫ് ബെന്നി പറഞ്ഞു. സഭാ നേതൃത്വവുമായിട്ട് ആലോചിച്ച് നടത്തിയ ചർച്ചയിലാണ് പി രാജീവ് സർ റവന്യൂ മന്ത്രിയും പറഞ്ഞത് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ അടിയന്തിരമായിട്ട് തന്നെ സ്ഥാപിച്ചു തരാം, കരമടച്ച് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നേരാക്കി തരാമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ രക്ഷാധികാരി ഫാദർ ആൻ്റണി സേവർ തറയിലും കോർ ഗ്രൂപ്പും മിനിഞ്ഞാന്നാൾ കൂടിയാണ് നമ്മളത്. അതിൻ്റെ അകത്ത് ഇവിടുത്തെ ഉള്ള 610 കുടുംബങ്ങളുണ്ട്. അതിൽ ബി.ജെ.പി. മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ എല്ലാമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ തന്നെ സമരം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത്. മുനമ്പം പ്രശ്നത്തിൽ സർക്കാർ രാഷ്ട്രീയം നോക്കിയിട്ടില്ലെന്ന് മന്ത്രി പി രാജീവും മറ്റ് ചിലർ തുടക്കം മുതൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചുവെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം, രാഷ്ട്രീയ താല്പര്യം വെച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നില്ല. ഒരു കാര്യം ഗവൺമെന്റ് വ്യക്തമാക്കുന്നുണ്ട്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ അവകാശമുണ്ട്. ആ നിയമപരമായ അവകാശം നിയമപരമായി ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കും. മുനമ്പത്തെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിൻ്റെ തുലാസിലെ ഒരു കട്ടയാക്കി ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ ആരും തയ്യാറാകരുത് എന്ന വിനീതമായ അഭിപ്രായമേ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. അതിപ്പോഴും ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. മുനമ്പത്ത് നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, കരമടയ്ക്കാം എന്നുള്ള തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നതോടുകൂടി മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനം വരികയാണ്. അതിന് പിന്നാലെ സമരം അവസാനിപ്പിക്കുകയാണ് സമരസമിതി. പക്ഷേ ഒരു വിഭാഗം സമരസമിതിയിൽ ഒരു വലിയ ഭിന്നത രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ഇപ്പോഴും സമരം തുടരുന്നു. ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല, ഒരു താൽക്കാലിക ആശ്വാസമാണ്. എന്താണ് ഇരു വിഭാഗങ്ങളും പറയുന്നത്? മന്ത്രിമാരെന്ന് നേരിട്ട് സമരപന്തലിലേക്ക് എത്തിയിരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് വിഷ്ണു സുരേഷ്? ദേശീയ ശ്രദ്ധ ആകർഷിച്ച സമരമായിരുന്നു മുനമ്പത്തെ കഴിഞ്ഞ 414 ദിവസമായി നടന്നത്. പക്ഷേ ഈ സമരം അവസാനിക്കുന്നുവെന്ന് ഭൂസംരക്ഷണ സമിതി പറഞ്ഞ ദിവസം ആ സംരക്ഷണ സമിതി രണ്ടായി പിളർന്നിരിക്കുകയാണ്. ഭൂസംരക്ഷണ സമിതിയുടെ സമരം മന്ത്രി പി രാജീവും കെ രാജനും നേരിട്ടെത്തി നാരങ്ങാനീര് നൽകി നിരാഹാര സമരം ഇരുന്ന ആളുകൾ സമരം അവസാനിച്ചവർ പോയി. അവരെവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞാണ് ഭൂസംരക്ഷണ സമിതിയുടെ രണ്ടാം ഭൂസംരക്ഷണ സമിതി എന്ന് പേരിട്ട് ഇപ്പോൾ ഈ പള്ളിക്ക് തൊട്ട് സൈഡിലായി ഒരു സമരപ്പന്തൽ ഉയർന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് കരമടക്കുക എന്നുള്ളത് അതൊരു താൽക്കാലിക ഭാഗം മാത്രമാണ്. അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു തരണം. അതോടൊപ്പം തന്നെ വഖഫ് ഭൂമിയിൽ നിന്ന്, വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ ഭൂമിയുടെ പേര് മാറ്റണം. അതിനപ്പുറത്തേക്ക് ഒരാവശ്യവും ഞങ്ങൾക്കില്ല. കാരണം വർഷങ്ങളായി ഇവർ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്, കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമിയുടെ എല്ലാ അവകാശങ്ങളും സ്ഥാപിച്ചെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. അത് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി തുടങ്ങിയൊരു സമരമല്ല. കേവലം കൂടിയാലോചനകൾ പോലും നടത്താതെയാണ് ഏകപക്ഷീയമായി ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാനുള്ള നടപടിയിലേക്ക് ഭൂസംരക്ഷണ സമിതി കൺവീനർ എത്തിയത്. അത് അംഗീകരിക്കാനാവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും വേണം, അത് ലഭിക്കുന്നതുവരെ സമരം തുടരും എന്നാണ് പറയുന്നത്. ഈ സമരം ബി.ജെ.പി. സ്പോൺസേഡ് സമരം എന്ന ആക്ഷേപം അപ്പുറത്ത് മറുവശത്ത് നിന്ന് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലും ബി.ജെ.പി. സ്പോൺസേഡ് സമരമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാനം ഈ സമരത്തിനുണ്ടോ? ഇത് ഒരു രാഷ്ട്രീയമാനം, ബി.ജെ.പി. സമരം എന്നൊക്കെയാണ് പറയുന്നത്. അത് അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ബി.ജെ.പി. സമരമെന്ന്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്. ഞാൻ ഇന്നു മുതലല്ല, ചെറുപ്പം മുതലേ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്. ഈ പ്രദേശത്ത് 2-3 കമ്മ്യൂണിസ്റ്റുകാരുള്ളപ്പോഴും ഇവിടെ നിന്ന് ഇടമനക്കാട് വരെയും കാൽനട നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോഴും ആ നിലപാടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇവർ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ ഇവരെ ജയിപ്പിച്ചെന്നുള്ള കുറ്റം മാത്രമേ ഞങ്ങളിലുള്ളൂ. ഇവരോ പ്രവർത്തിച്ച് ജയിപ്പിച്ച് എന്നുള്ളത്, അല്ലാതെ ഞങ്ങൾ ഇവരോട് എന്ത് ചെയ്തിട്ടാണ്? രാഷ്ട്രീയമില്ല ഈ സമരത്തിന്, പൊതുവായ ഒരു ആവശ്യം മാത്രമാണ്. ആവശ്യം മാത്രമാണ് ഞങ്ങളുടെ ഈ ഭൂമിയുടെ ആവശ്യം, ഞങ്ങളുടെ കിടപ്പാടത്തിൻ്റെ ആവശ്യം. ഞങ്ങൾ മരിച്ചുപോയാലും ഞങ്ങളുടെ തലമുറകൾ ഇവിടെ ജീവിക്കണം. ഈ വക്കപ്പെന്ന ആ അസ്ഥിപ്പട്ടികയിൽ നിന്ന് ഞങ്ങളെ മാറ്റണം. വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ പേര്, ഈ ഭൂമി മാറ്റണം. അത് മാത്രമാണ് ഇവരുടെ ആവശ്യം. മറിച്ച് അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ മാനവും ഈ സമരത്തിനില്ല. അത് ഒരു രാഷ്ട്രീയ ലേബൽ ഇത് നൽകേണ്ടതില്ല. അപ്പുറത്ത് എങ്ങനെയാണോ ഭൂസംരക്ഷണ സമിതി സമരം നടത്തിയത് അതിന്റെ തുടർച്ച മാത്രമാണിത്. അവർക്കും ഈ സമരത്തിൽ 600-ലധികം കുടുംബങ്ങളുടെ പ്രശ്നമാണ്, 400-ലധികം ദിവസം നീണ്ടുനിന്ന സമരമാണ്. അതൊരു കൂടിയാലോചനയില്ലാതെ അവസാനിപ്പിച്ചു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഒരു വിഭാഗം സമരം തുടരുന്നത്. 5 പേർ ചേർന്ന് ഇത്രയും വലിയൊരു സമരത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ
ആരോപണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.